2026 ലോകകപ്പിൽ ഗോൾ വേട്ട കൂടുതൽ ആവേശകരമാകുകയാണ്. അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് ഒപ്പമെത്തി ഫ്രാൻസിന്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ. സ്വീഡനെതിരെ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഇരട്ട ഗോൾ നേടിയ എംബാപ്പെ ഈ ലോകകപ്പിലെ തന്റെ ഗോൾ സംഖ്യ 6 ഉയർത്തി. ഇതോടെ ഗോൾ വേട്ടയിൽ 6 ഗോളുകളുമായി മുന്നിലുള്ള മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം 1-ാം സ്ഥാനത്തെത്തി. ഇതിലേറെ ശ്രദ്ധേയമായ കാര്യം ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനെന്ന മെസ്സിയുടെ റെക്കോർഡിലേക്ക് എംബാപ്പെ അതിവേഗം അടുക്കുകയാണെന്നാണ്. ലോകകപ്പിന്റെ 6 എഡിഷനുകളിലായി 19 ഗോളുകൾ നേടിയ മെസ്സിയാണ് നിലവിലെ റെക്കോർഡ് ഉടമ. എന്നാൽ വെറും 3 ലോകകപ്പ് എഡിഷനുകളിൽ നിന്ന് 18 ഗോളുകൾ നേടിയ എംബാപ്പെ ഇനി ഒരു ഗോൾ കൂടി നേടിയാൽ മെസ്സിക്കൊപ്പം എത്തും. 2 ഗോളുകൾ നേടിയാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനെന്ന നേട്ടവും സ്വന്തം പേരിലാകും. കരിയറിന്റെ അവസാന ഘട്ടത്തിൽ മെസ്സി തിളങ്ങുമ്പോൾ ലോക ഫുട്ബോളിന്റെ അടുത്ത സൂപ്പർ സ്റ്റാറായി എംബാപ്പെ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ആരാധകർ കാണുന്നത്. സ്വീഡനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. എംബാപ്പയുടെ ഇരട്ട ഗോളുകൾക്കും ബ്രാൻഡ്ലി ബർക്കോളയുടെ മനോഹരമായ ഗോളിനുമാണ് ഫ്രാൻസിന്റെ അനായാസ വിജയം. ആദ്യ പകുതിയിൽ സ്വീഡൻ ശക്തമായ പ്രതിരോധം തീർത്തെങ്കിലും ഇടവേളയ്ക്ക് ശേഷം ഫ്രാൻസ് പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. ആദ്യ വിസിലിന് പിന്നാലെ അലക്സാണ്ടർ ഇസാക്കിന്റെ മുന്നേറ്റങ്ങളിലൂടെ സ്വീഡൻ ആക്രമണം ആരംഭിച്ചു. എന്നാൽ അധികം വൈകാതെ ഫ്രാൻസ് മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ലൂക്കാസ് ഡിഗ്നെ, ഉസ്മാൻ ഡെംബാലെ, മൈക്കൽ ഒലീസെ, ബ്രാൻഡ്ലി ബർക്കോള എന്നിവർ ചേർന്ന സ്വീഡിഷ് പ്രതിരോധത്തെ തുടർച്ചയായി സമ്മർദ്ദത്തിലാക്കി. 35-ാം മിനിറ്റിൽ ഒലിസയുടെ അതിമനോഹരമായ ബൈസൈക്കിൾ കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങിയത് ഫ്രാൻസിന് നിരാശയായി. എന്നാൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ ഫ്രാൻസ് ലീഡ് സ്വന്തമാക്കി. ഡെംബാലയുടെ കൃത്യമായ പാസ് സ്വീകരിച്ച എംബാപ്പെ ശക്തമായി പന്ത് വലയിലെത്തിച്ച് ടീമിനെ മുന്നിലെത്തിച്ചു. ആദ്യ പകുതി 1-0 ഫ്രാൻസിന്റെ ലീഡോടെയാണ് അവസാനിച്ചത്. 2-ാം പകുതിയിൽ ഫ്രാൻസ് കൂടുതൽ ആക്രമണോത്സുകമായി. 53-ാം മിനിറ്റിൽ മൈക്കൽ ഒലിസയുടെ മികച്ച പാസിൽ നിന്ന് ബ്രാൻഡ്ലി ബർക്കോള തകർപ്പൻ ഷോട്ടിലൂടെ ലീഡ് ഇരട്ടിയാക്കി. തുടർന്ന് സ്വീഡൻ ടാഹാലിയെയും ബർഫോർഡ് സെനലിനെയും ഇറക്കി മത്സരം തിരികെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഫ്രഞ്ച് പ്രതിരോധത്തിന് മുന്നിൽ അവരുടെ നീക്കങ്ങൾ ഫലിച്ചില്ല. 74-ാം മിനിറ്റിൽ എംബാപ്പയും ഒലിസയും ചേർന്ന് ഒരുക്കിയ അതിവേഗ നീക്കമാണ് മത്സരത്തിന്റെ ഹൈലൈറ്റ്. ഒലിസയ്ക്ക് പന്ത് കൈമാറിയ എംബാപ്പെ ബോക്സിലേക്ക് ഓടിക്കയറി. കൃത്യസമയത്ത് പന്ത് തിരിച്ചു കിട്ടിയ ഫ്രഞ്ച് നായകൻ പ്രതിരോധ താരങ്ങളെയും ഗോൾ കീപ്പറെയും മറികടന്ന് തന്റെ 2-ാം ഗോളും നേടി ഫ്രാൻസിന്റെ വിജയം ഉറപ്പിച്ചു. മത്സരത്തിലെ കണക്കുകളും ഫ്രാൻസിന്റെ ആധിപത്യവും വ്യക്തമാക്കുന്നതായിരുന്നു. 25 ഗോൾ ശ്രമങ്ങളും 12 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും ഫ്രാൻസ് സൃഷ്ടിച്ചപ്പോൾ സ്വീഡന് 2 ഓൺ ടാർഗറ്റ് ശ്രമങ്ങൾ മാത്രമാണ് നടത്താനായത്. ഇഞ്ചുറി ടൈമിൽ മതിയാസ് സ്വാൻബർഗ് നേടിയെടുക്കുമായിരുന്ന ആശ്വാസ ഗോളും മൈക്ക് മെക്നാൻ മികച്ച സേവിലൂടെയും തടഞ്ഞു. 3-0 ആധികാരിക വിജയത്തോടെ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. അടുത്ത മത്സരത്തിൽ പരകയാണ് ഫ്രഞ്ച് ടീമിന്റെ എതിരാളികൾ. അതേസമയം അസിസ്റ്റുകളുടെ എണ്ണത്തിൽ എംബാപ്പെ മുൻതൂക്കം നേടിയിട്ടുണ്ടെങ്കിലും 5 അസിസ്റ്റുകളുമായി മൈക്കൽ ഒലീസയാണ് ഈ ലോകകപ്പിലെ മികച്ച പ്ലേ മേക്കർ. ഫ്രാൻസിന്റെ ആക്രമണ ശക്തിക്ക് ഒലീസയും എംബാപ്പയും ചേർന്ന കൂട്ടുകെട്ട് നിർണായക കരുത്തായി മാറിയിരിക്കുകയാണ്.